ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 6 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു എ ലൈൻ ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലൊരു 1.5 മീറ്റർ പ്ലെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ഒരു 1/4 മീറ്ററോളം ഹക്കോബയുടെ തുണിയാണുള്ളത്. ആ ഹക്കോബയുടെ തുണി കൊണ്ട് നമ്മൾ യോക്കാണ് വയ്ക്കുന്നത്. യോക്ക് വെച്ചിട്ടുള്ള ഒരു സാധാ എ ലൈൻ ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് അളവിൽ തുണി ഒന്ന് മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോട്ടൺ തുണി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ആദ്യമൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ കോട്ടൺ തുണിയിൽ തന്നെ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന തുണിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 27 ഇഞ്ചാണ്. എനിക്ക് ഉടുപ്പിന് വേണ്ടത് 27 ഇഞ്ചാണ്. അപ്പോൾ 27 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 28 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ആ തുണി എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് അളവുകളൊന്ന് മാർക്ക് ചെയ്യാം. ഞാൻ തുണി 4 ആയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ എടുക്കേണ്ടത് ഒരു 2.25 ഇഞ്ച് എടുക്കാം. 2.25 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്ക് ഇപ്പോൾ താഴേക്ക് ഞാൻ കട്ട് ചെയ്യുന്നില്ല. നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ചും അതുപോലെ തന്നെ ഷോൾഡർ ഞാനൊരു 3.25 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഷോൾഡർ വരച്ച ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യാം. ആം ഹോൾ ഞാനൊരു 5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ബോക്സ് പോലെ നമുക്കതൊന്ന് വരച്ചെടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഇനി അതിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 6.5 ഇഞ്ച്, ഒരു സ്റ്റാൻഡേർഡ് അളവിലൊക്കെ ആണെങ്കിൽ ആ 6.5 ഇഞ്ച് മതി. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം ചുരുങ്ങുന്ന തുണി ആയതുകൊണ്ട് ഒരു 1/2 ഇഞ്ചും കൂടെ ഒന്ന് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 7 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്തു. വേസ്റ്റിൻ്റെ അളവ് ഞാനൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം 1/2 ഇഞ്ച് കൂടുതലാണ് അവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. കോട്ടൺ തുണി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫുൾ ലെങ്ത്ത് ഞാൻ 27 ആണെന്ന് പറഞ്ഞു. 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 28 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും താഴേന്ന് ആ ഒരു ഓപ്പണിംഗ് സൈഡ് ഉണ്ടല്ലോ, റൈറ്റ് സൈഡിൽ, അവിടുന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. കാരണം ഈ തുണി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് തൂങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് കയറ്റി ചെരിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ചെസ്റ്റും വേസ്റ്റും അതുപോലെ തന്നെ താഴെ നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തതില്ലേ, ആ ഒരു പോയിന്റിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് ഷേപ്പിന് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സെൻറ്ററിൽ നിന്നാണ് ഷേപ്പ് ചെയ്ത് ആ 2 ഇഞ്ചിലേക്ക് കൊണ്ടുപോകേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. ഇപ്പോൾ ഈ കാണിക്കുന്ന ലൈനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ലൈന്. ഇനി ഒരു 1.5 ഇഞ്ച് നമ്മളവിടെ തയ്യൽ തുമ്പ് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ലൈന്, അതായത് രണ്ടാമത് വരച്ച ആ ലൈനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട, തുണി കട്ട് ചെയ്തെടുക്കേണ്ട ലൈൻ കേട്ടോ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. 2 ലൈൻ വരച്ചേക്കണോണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നണ്ട. രണ്ടാമത്തെ ലൈനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. തയ്യൽ തുമ്പാണ് ഇട്ടേക്കണത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. താഴെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് യോക്ക് പീസാണ്. യോക്ക് പീസ് നമ്മൾ ഒരു ഒറ്റ പീസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ യോക്ക് വെക്കുന്നുള്ളൂ. ബാക്ക് സൈഡിൽ നമ്മൾ പ്ലെയിനായിട്ട് സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നെക്ക് ചെയ്യുന്നത്. അപ്പോൾ യോക്കിൽ ഞാനൊരു 7 ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ യോക്കിന് 7 ഇഞ്ച് മതി. അപ്പോൾ 7 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഫ്രോക്കിൻ്റെ ആ ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഫ്രോക്കിൻ്റെ പീസ് നിവർത്തി വെച്ചതിന് ശേഷം കറക്റ്റ് നേരെ ഇതുപോലെ തന്നെ വയ്ക്കുക ഈ പീസ്. അതിന് ശേഷം ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴ്ഭാഗം നമ്മൾ ഒന്ന് മടക്കി അടിച്ചേച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ പോട്ടലി ബട്ടണോ ലേസോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ അകത്ത് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് മാത്രമായിട്ടൊന്ന് എടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പീസ് ഞാനിവിടെ 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നെക്ക് വിഡ്ത്തൊന്ന് മാർക്ക് ചെയ്യും. ഞാനൊരു 2.25 ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേക്കൊരു 2.5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്.
അതൊന്ന് ബോക്സ് പോലെ വരച്ചതിന് ശേഷം ഒരു റൗണ്ട് നെക്കാണ് ഞാനിവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യോക്ക് പീസ് എടുത്തിട്ട് ഇതിൻ്റെ താഴേക്ക് വെച്ചിട്ട് നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ഒറ്റയടിക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക, മാറിപ്പോരുത്. കൃത്യമായിട്ട് വെച്ചതിന് ശേഷം ആ ഫോൾഡഡ് സൈഡ് രണ്ടും ഒരേപോലെ വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല, ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി എന്നിട്ട് ബാക്ക് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ബാക്ക് പീസ് ഞാൻ ഇപ്പോൾ എടുത്ത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ബാക്ക് പീസും സെയിം നെക്കിൻ്റെ വിഡ്ത്ത് സെയിം തന്നെയാണ്, 2.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. താഴേക്ക് ഞാനൊരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്, കാരണം നമുക്ക് ഇടാൻ എളുപ്പത്തിനായിട്ട് ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് പീസ് ഇരിക്കുന്നത്. നമുക്കവിടെ കൊളുത്തോ അല്ലെങ്കിൽ ബട്ടൺസോ എന്തെങ്കിലും വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് കാണാം. കട്ടിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി കഴുത്ത് ചീത്ത വശത്ത് വെച്ച് അടിച്ച് നല്ല വശത്തേക്ക് തിരിച്ചിട്ടേക്കണതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നല്ല വശത്തേക്ക് തിരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഈ യോക്ക് പീസ് നമ്മുടെ ചീത്ത വശത്ത് വെച്ച്, ഉടുപ്പിൻ്റെ ചീത്ത വശത്ത് വെച്ച് അടിച്ചിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ആം ഹോളും ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി ഈ താഴ്ഭാഗം വരുമ്പോൾ ഉണ്ടല്ലോ, യോക്കിൻ്റെ താഴ്ഭാഗം വരുമ്പോൾ ഒന്ന് മടക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോട്ട്ലി ബട്ടണോ അല്ലെങ്കിൽ ലേസോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ ഈ മടക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് അടിയിൽ വെച്ചിട്ട് ഒറ്റ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ എളുപ്പത്തിൽ പണി കഴിയും. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സൈഡും അതുപോലെ തന്നെ ആം ഹോളും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതവിടെ പെർഫെക്റ്റ് ആയിട്ടിരുന്നോളും. അപ്പോൾ ഫ്രണ്ട് പീസിൽ വേറെ പണിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സ്ട്രാ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കിതുപോലെ കുറച്ച് എക്സ്ട്രാ പീസുകളൊക്കെ വരുമ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി ലെവലാക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രോക്കാണിത്. കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണല്ലോ ഒരുപാട് സമയം വേണ്ടി വരുന്നത്. ഇതിപ്പോൾ കഴുത്ത് നമ്മൾ അടിച്ച് മറിച്ചിട്ടേക്കണ കാരണം അധികം ബുദ്ധിമുട്ടില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൽ ഞാൻ ആ ഒരു ഓപ്പണിങ് കൊടുത്തേക്കണം കണ്ടോ, ആ ഒരു ഓപ്പണിങ് നമുക്കതൊന്ന് കവർ ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സ്ക്വയറായിട്ടുള്ള വെറും ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല വശം, അതായത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന പീസിൻ്റെ നല്ല വശം നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്കും ആ ഒരു വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തേക്കണ ആ ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കവിടെ നെക്കും ആ ഒരു വി ഷേപ്പുള്ള ഭാഗം എല്ലാം കവറായി കിട്ടും. പിന്നെ നമ്മൾ അതിനായിട്ട് ക്രോസ് പീസൊന്നും വെച്ചിട്ട് ചെയ്യേണ്ടതായിട്ടില്ല. എക്സ്ട്രാ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി താഴ്ഭാഗവും എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ തിരിച്ചിടുക. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ കഴുത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എടുത്ത് വയ്ക്കുക. അതായത് ബാക്ക് പീസിൻ്റെ നല്ല വശമാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ സ്ക്വയർ ആയിട്ടുള്ള പീസാണല്ലോ എടുത്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ ബാക്ക് പീസിൻ്റെ നല്ല വശം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, ആ ഒരു പീസിൻ്റെ നല്ല വശവും കൂടെ ഒന്ന് ഒരുമിച്ച് വെക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, ഇതാണ് നല്ല വശം ഫ്രണ്ട് പീസിൻ്റെ. അതൊന്ന് ബാക്ക് പീസിൻ്റെ നല്ല വശത്തോട് ചേർത്ത ജോയിൻറ്റുകൾ തമ്മിൽ ഒരുപോലെ വരത്തക്കവണ്ണം വെച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ച ആ ഒരു ബാക്ക് സൈഡിൽ പീസുണ്ടല്ലോ, ആ പീസൊന്ന് കവർ ചെയ്ത് വെക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. നല്ല വശം ബാക്ക് സൈഡിൻ്റെ, നല്ല വശം ഫ്രണ്ട് സൈഡിൻ്റെ ഒരുപോലെ ജോയിൻറ്റുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് എക്സ്ട്രാ പിടിപ്പിച്ച ആ പീസൊന്ന് കവർ ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് കാണാതെ ഇരിക്കും. അല്ലെങ്കിൽ രണ്ട് പീസും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് എങ്ങനെയായാലും കാണും. അപ്പോൾ കുറച്ച് ഫിനിഷിങ്ങിലൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.
തയ്യൽ തുമ്പ് ഒന്നും കാണാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതിപ്പോൾ കണ്ടോ, തയ്യൽ തുമ്പൊന്നും നമുക്ക് കാണുന്നില്ല. ഇപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്ലീവ് ഒന്ന് പിടിപ്പിക്കുകയാണ്. സ്ലീവ് നമ്മളില്ല, സ്ലീവ്ലെസ് ആണിത്. അപ്പോൾ സ്ലീവിലേക്ക് വെക്കാനായിട്ട് നമ്മളൊരു കുറച്ച് ക്രോസ് പീസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ക്രോസ് പീസ് ഒന്ന് രണ്ടായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഉടുപ്പിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് അടിക്കുന്നത്. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ചീത്ത വശത്ത് വെച്ച് അടിച്ചതിന് ശേഷം കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല വശത്തേക്ക് തിരിച്ചു വെച്ചിട്ട് പതിച്ചടിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ തയ്ക്കുന്നത് നല്ല വശത്തേക്ക് വെച്ചിട്ട് പതിച്ചാണ് അടിക്കുന്നത്. വീഡിയോ കാണുമ്പോൾ വൈറ്റ് കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. നമുക്ക് ആ മെറൂൺ കളറിലേക്ക് കയറുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇങ്ങനെ മടക്കി നന്നായിട്ട് തിരിച്ച് നല്ല വശത്തേക്ക് വെച്ചതിന് ശേഷം പതിച്ചടിക്കുക. ഒറ്റ സ്റ്റിച്ച് കൊടുത്തേച്ചാൽ മതി. ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ 2 സൈഡും ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ആ സ്റ്റിച്ച് പിടിക്കാത്തതുകൊണ്ടാണ് സൈഡിൽ കൂടെ ഒന്നുകൂടെ അടിക്കുന്നത്. നിങ്ങൾ ഒറ്റ സ്റ്റിച്ച് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഇത് ചീത്ത വശമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അന്ന് ഷേപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സൈഡ് ജോയിൻ ചെയ്യുന്ന പരിപാടി മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ താഴെ ഒരു ലൈൻ വരച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ആ ടൈ വെക്കാനായിട്ടാണ്. കറക്റ്റ് വേസ്റ്റിൻ്റെ അവിടെ അളന്ന് വെച്ചിരിക്കുകയാണ്. ഞാനൊരു 9 ഇഞ്ചിലാണ് ആ ടൈ വെക്കാനായിട്ട് അളന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് മുകളിൽ നിന്ന് തൊട്ട് അടിച്ചു വരാം. ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് ഈ ഒരു ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അതൊന്ന് പൊക്കിയിട്ട് അടിയിൽ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഈ ടൈ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം തുണി നേരെ ഇടുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് സാധാരണ പോലെ പോരുക. അപ്പോൾ 2 സ്റ്റിച്ചൊക്കെ കൊടുക്കുക. 2 സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. താഴ്ഭാഗം കൂടെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് വലിയ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല, വലിയ പിള്ളേർക്കും ഒക്കെ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഉണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കിതിലിപ്പോൾ ഫ്രണ്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു അഭംഗി പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബട്ടൺസ് നമ്മുടെ പോട്ട്ലി ബട്ടൺ പോലെ സൈഡിൽ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ നടുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.